ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, രാവിലെ കോൺഗ്രസ് ക്യാമ്പുകൾ ഹരിയാനയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വീട്ടിലും അതുപോലെ തന്നെ അവിടെ PCC ആസ്ഥാനത്തും ഡൽഹിയിലെ AICC ആസ്ഥാനത്തും ഒക്കെ വലിയ ആഘോഷങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷേ അല്പസമയം മുമ്പ് ട്വിസ്റ്റ് സംഭവിക്കുന്നു. BJP തിരികെ ലീഡ് തിരിച്ചു പിടിക്കുന്നു ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ ലീഡ് നില 44 സീറ്റുകളിൽ BJP മുന്നേറുന്നു. 41 സീറ്റുകളിൽ കോൺഗ്രസ്, INLD 2 സീറ്റിൽ, JJP 3 സീറ്റുകളിലും മുന്നേറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും 45 സീറ്റുകളിലോളം മുന്നിൽ നിന്ന ശേഷമാണ് കോൺഗ്രസ് പിന്നിലേക്ക് പോയത് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിക്കുന്നു, ഭരണം കോൺഗ്രസിലേക്ക് തിരികെ എത്തുന്നു. ഒരു 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, 10 വർഷത്തെ BJPയുടെ ഭരണത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ പോരാട്ടം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു ലീഡ് അല്ലെങ്കിൽ അധികാരം ആർക്കൊപ്പം എന്നുള്ള കാര്യം ഇപ്പോഴും പ്രവചനാതീതമായി തന്നെ തുടരുന്നു ഹരിയാനയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം. കാരണം 44 സീറ്റുകൾ, 44 BJP, 41 കോൺഗ്രസ് എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. വെറും ചെറിയ സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. ഇപ്പോൾ വീണ്ടും സീറ്റ് നില മാറി മറിയുന്നു. 47 സീറ്റുകളിൽ BJP, 37 സീറ്റുകളിൽ കോൺഗ്രസ് എന്ന നിലയിലേക്ക് ലീഡ് നില മാറി മറിഞ്ഞിരിക്കുന്നു ഹരിയാനയെ സംബന്ധിച്ച്. അതേസമയം ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരുമ്പോൾ, ജമ്മു കാശ്മീരിൽ BJPക്ക് അടിപതറുന്നു. BJP അവിടെ തകർന്നു വീഴുന്ന ഒരു കാഴ്ച തന്നെയാണ് നിലവിലുള്ളത്. അവിടെ ഇന്ത്യ സഖ്യമാണ് ഭരണത്തിലേക്ക് എത്തുന്നത്. കൃത്യമായ ഒരു ഭൂരിപക്ഷത്തോടെ 49 സീറ്റുകളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 49 സീറ്റുകളിൽ ഇപ്പോൾ ഫലം പുറത്തു വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നു. അതേസമയം BJP 23 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. PDP 3 സീറ്റുകളിൽ, മറ്റുള്ളവർ 15 സീറ്റുകളിലും മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാശ്മീരിനെ സംബന്ധിച്ച് ഉള്ളത്. നമുക്കറിയാം, കാശ്മീരിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞ ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അടക്കമാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP അടക്കം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയത്. കാരണം ഈ പ്രത്യേകിച്ച് ഈ പദവി അടക്കം എടുത്തു കളഞ്ഞത് ഗുണം ചെയ്യുമെന്ന വലിയ പ്രതീക്ഷയിലാണ് BJP ഇറങ്ങിയത്. പക്ഷേ BJPക്ക് അവിടെ അടിപതറുന്നു. അത് തിരിച്ചടിയാണ്. ആ തീരുമാനം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആ തീരുമാനം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സൂചനയായി ഇപ്പോൾ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു. 49 ഇടത്താണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അടങ്ങിയ ഇന്ത്യ സഖ്യം അവിടെ മുന്നിൽ നിൽക്കുന്നത്. 23 സീറ്റുകളിൽ ഇപ്പോൾ BJP ഒതുങ്ങിയിരിക്കുന്നു. 23 സീറ്റുകൾ മാത്രമാണ് BJPക്ക്. 90 സീറ്റുകളാണ് ജമ്മു കാശ്മീരിലുള്ളത്. അതിൽ 49 ഇടത്ത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നിൽ നിൽക്കുമ്പോൾ 23 ഇടത്താണ് BJPക്ക് മുന്നേറാനുള്ളത്. ഏതായാലും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ്, ഹരിയാനയാണ് ഇപ്പോൾ ഏറ്റവും വലിയ, കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്.